മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഓരോ റീ എൻട്രി കഴിയുമ്പോഴും ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു, പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ ശൈത്യ ഷാനവാസിനോടും നൂറയോടും അനുമോളെയും പ്രവീണിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, അനുമോള് കുറച്ചുനാള് പ്രവീണെ ഇട്ട് വട്ടം കറക്കിയെന്ന് പറയുന്നു. ഉടനെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ആണോ, അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നു പോകുന്ന സമയത്ത് എന്നൊക്കെ നൂറ പറയുന്നു. ഉടനെ ശൈത്യ പറയുന്നത്, വട്ടം കറക്കിയെന്നല്ല, പ്രവീൺ ഇവിടെ ഉള്ള സമയത്ത് അനുമോള് പ്രവീണിനോട് പറഞ്ഞിരുന്നു, നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുമ്പോൾ എല്ലാ ക്യാമറയും ഒരുമിച്ച് നമ്മളെ നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു ലവ് ട്രാക്ക് കളിക്കാം. ലവ് ട്രാക്ക് പിടിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് ഹിറ്റാകും, ലവ് കോംബോയാകും, ആ സാധനം പുറത്തേക്ക് പോകും എന്നൊക്കെ അവൾ പ്രവീണിനോട് പറഞ്ഞു. അനുമോൾക്ക് പ്രവീണുമായി ലവ് ട്രാക്ക് കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും ഷാനവാസിനോട് ശൈത്യ പറയുന്നു. പക്ഷേ പാവം ചെറുക്കൻ, അവളുടെ പ്ലാൻ കാരണം അടുത്ത ആഴ്ച തന്നെ അവൻ പുറത്തായെന്നും ശൈത്യ പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ് പറയുന്നത്, ഇവൾക്ക് എല്ലാം ഗെയിമാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവള് ഫേക്കാണ്, ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് എന്നൊക്കെ. ഉടനെ നൂറ പറയുന്നുണ്ട്, എൻ്റെ അള്ളാ, ഇനി ഇവളുടെ കൂടെ നിന്ന് ഇവള് ഫ്രണ്ട്ഷിപ്പ് പോലും ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇവള് ജെനുവിനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ഒരു കയ്യകലം അനുമോളുമായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് നൂറ പറയുന്നു. പിന്നെ അനുമോളും പ്രവീണും ഒരു ലവ് ട്രാക്ക് ട്രൈ ചെയ്തതുപോലെ ലൈവ് കാണുന്നവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട്, എന്നോട് ഈ കാര്യമെല്ലാം പറഞ്ഞത് പ്രവീൺ തന്നെയാണെന്ന്. അതും കൂടി കേൾക്കുമ്പോൾ ഷാനവാസും നൂറയും ഞെട്ടിയിരിപ്പുണ്ട്. എന്തായാലും ഇവരുടെ ഈ സംസാരത്തിന് ശേഷം പ്രവീണ് ബെഡ്റൂമിലേക്ക് വരുന്നു. ആ സമയത്ത് ശൈത്യയും ആദിലയും നൂറയൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ കൊച്ചു കള്ള, നീ ഇവിടെ ഇരുന്ന സമയത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയല്ലേ എന്നൊക്കെ. ആദ്യമൊന്ന് തപ്പിത്തടയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും വീണ്ടും നൂറയും ആദിലേക്ക് കുത്തി ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഓർഗാനിക്കായി വരുന്ന ഫീലിങ്സ് അല്ലേ എന്ന് പറഞ്ഞ് പ്രവീൺ ചിരിക്കുന്നുണ്ട്. ആ ഓർഗാനിക്ക് അൺഓർഗാനിക്കായി ഇരുന്നാൽ മതി എന്ന് നൂറ പറഞ്ഞ് കളിയാക്കുന്നു. എന്തായാലും ഇതിലൂടെ ശൈത്യ ഷാനവാസിനോടും നൂറയോടും പറഞ്ഞ ആ ഒരു കാര്യം, അതായത് അനുമോള് പ്രവീണുമായി ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പ്രവീൺ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.